നേതൃത്വ പാഠവും അതല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെറുതായി ഒരു വിശദീകരണം നൽകുന്നു. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ടിപ്പിക്കലി റെഫേഴ്സ് ടു ദ ട്രൈറ്റ് ഓർ എ പൊട്ടൻഷ്യൽ ഓഫ് എ പേഴ്സൺ. ഒരു മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ട്രൈറ്റാണ്. അത് എന്തിനാണത്? മോട്ടിവേറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും ഒരു പ്രത്യേക ഗോൾ, ഒരു പ്രത്യേകമായ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യുവാനുമുള്ള ഒരു വ്യക്തിയുടെ നൈസർഗികമായ കഴിവിനെയാണ് സാധാരണഗതിയിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രോസസ്സാണ്, സോഷ്യൽ ഇൻഫ്ലുവൻസിൻ്റെ പ്രോസസ്സ്, ഒരു ഇൻസ്പിരേഷൻ്റെ പ്രോസസ്സാണ്. കൂട്ടത്തിലുള്ള ആളുകളുടെ എഫേർട്സിനെ കൂട്ടിയെടുക്കുവാൻ, ആ എഫേർട്സ് ഉപയോഗിച്ച് ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുക്കുവാൻ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എയിം നേടിയെടുക്കുവാൻ, ലക്ഷ്യം നേടിയെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഒരു കൂട്ടം ആളുകളെ പ്രചോദിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. വളരെ എസെൻഷ്യലായിട്ടുള്ള പല എബിലിറ്റീസും പ്രിപ്പറേഷൻസും അതിനാവശ്യമാണ്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുവാനുള്ള പല എബിലിറ്റീസും പ്രിപ്പറേഷൻസും ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആ വ്യക്തിക്ക് ഈ ലീഡർഷിപ്പ് പ്രോസസ്സിൽ ആവശ്യമായി വരുന്നു. എഫക്റ്റീവായ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് പറയാം. ഇത് വളരെ പ്രധാനമായി ഒറിജിനലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകളിലും അധിഷ്ഠിതമായിരിക്കാം, അല്ലെങ്കിൽ ബോറോവ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഉൾക്കൊള്ളുന്ന ഐഡിയാസിലും അധിഷ്ഠിതമായിരിക്കാം. ഇത് പ്രധാനമായിട്ടും ഈ ഐഡിയകൾ വ്യക്തമായി മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കൂടി ഈ ലീഡറിന് വളരെയധികം ആവശ്യമാണ്. ഈ ഐഡിയാസ് എല്ലാം ഈ പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹം കണ്ട് അനുഭവിച്ച, കേട്ടനുഭവിച്ച, അതല്ലെങ്കിൽ സ്വയം അനുഭവിച്ച ഈ ഐഡിയകളെല്ലാം മറ്റുള്ളവരുടെ കപ്പാസിറ്റീനെ ഇൻക്രീസ് ചെയ്യുവാനും അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും മറ്റുള്ളവരെ ഈ ഒരു ടാസ്കിൽ എൻഗേജ് ചെയ്യുവാനുമുള്ള ഒരു കപ്പാസിറ്റിയായി ഇദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രമല്ല, കണ്ടിന്യൂവസ് പ്രോസസ്സാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഉണ്ടാവുന്നതല്ല. ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടിന്യൂവസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നിടത്തോളം കാലം അദ്ദേഹം എപ്പോഴും മറ്റുള്ളവരുടെ ലീഡറായി കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിർബന്ധിക്കരുത്. ഇദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് മറ്റുള്ളവർ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യണം. ഇൻസ്പിരേറ്റർ ആയിരിക്കണം, മോട്ടിവേറ്റർ ആയിരിക്കണം. അങ്ങനെയാണ് ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി. ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ പ്രത്യേകമായ എലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായി കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരുമായി വാർത്താവിനിമയത്തിനുള്ള ഇദ്ദേഹത്തിൻ്റെ കഴിവ്, ഏത് രീതിയിൽ വാർത്താവിനിമയം നടത്തി ഈ പറയുന്ന ജോലികൾ, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് ഓണസ്റ്റിയാണ്. അദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കുവാനുള്ള, മറ്റുള്ളവരെല്ലാം ഇദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. മൂന്നാമത് ഡിസിസീവ്നെസ്, കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കുന്ന കാര്യങ്ങൾ തീരുമാനിച്ചതായിരിക്കണം, തീരുമാനമെടുക്കുവാനുള്ള പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ ലീഡർ. റെസിലിയൻസ്, എത്ര പ്രതിബന്ധങ്ങൾ നേരിട്ടാലും ആ പ്രതിബന്ധങ്ങളെ നല്ല രീതിയിൽ ഫേസ് ചെയ്ത് തരണം ചെയ്യുവാനുള്ള കഴിവുള്ളൊരു വ്യക്തിയായിരിക്കണം. ആക്റ്റീവ് ലിസണിങ്, മറ്റുള്ളവർ സംസാരിക്കുന്നത്, പറയുന്നത് നല്ല രീതിയിൽ മനസ്സ് തുറന്ന് കേൾക്കുവാനുള്ള സന്നദ്ധത ഉള്ളൊരു വ്യക്തിയായിരിക്കണം ലീഡർ. എമ്പതി ഉണ്ടായിരിക്കണം, അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ കാണാനും ഒരു പക്ഷേ അവരുടെ കൂടെ നിന്ന് അത് അനുഭവിക്കുവാനും, അവരുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുവാനുമുള്ള മനസ്സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിയായിരിക്കണം ഈ പറയുന്ന ലീഡർ. അടുത്തതുണ്ടാവേണ്ട ക്വാളിറ്റി ഒപ്റ്റിമിസം, നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, കാര്യങ്ങളെ ക്രിയേറ്റീവായി കാണുവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. കോൺഫിഡൻസ്, ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയായിരിക്കും ഈ ലീഡർ. അടുത്തതായി വരുന്നത് ട്രാൻസ്പെറൻസിയാണ്. ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള, മറ്റുള്ളവർക്കും അറിയുന്ന തരത്തിലുള്ള ഒരു സ്റ്റൈലായിരിക്കണം. ഒന്നും ഒളിച്ചു വെച്ചുകൊണ്ട് ചെയ്യരുത്, എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റൈലായിരിക്കണം ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ. ഇനി എങ്ങനെയായിരിക്കണം നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീനെ ഇംപ്രൂവ് ചെയ്യാം? ഇനി എങ്ങനെയാണ് നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീനെ ഇംപ്രൂവ് ചെയ്യാം? ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഒരു വ്യക്തി ലീഡർ ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടതായ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇനി അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രൈറ്റാണ്. ട്രൈറ്റ് ഇംപ്രൂവ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഗുണകരമാണ്. അതിനാദ്യം നമ്മൾ ചെയ്യുന്നത്
ഐഡൻറ്റിഫൈ യുവർ ലീഡർഷിപ്പ് സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് സ്ട്രെങ്ത്, അതും നേതൃത്വ പാടവത്തിലെ പോരായ്മകളും അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളും നല്ല രീതിയിൽ മനസ്സിലാക്കുക. രണ്ടാമത്, ലീഡർ എന്ന് പറയുന്ന ആൾ, നേതൃത്വ പാടവം ഉള്ള ആൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം, അച്ചടക്കമുള്ള ആളായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ വളരെയധികം പേഷ്യൻ്റ് ആയിരിക്കണം, ക്ഷമാശീലം ഉള്ളവനായിരിക്കണം. മൂന്നാമത്, ട്രൈ ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ആൻഡ് ചലഞ്ച് യുവേഴ്സെൽഫ്. നമ്മുടെ എല്ലാവരുടെയും ഒരു കംഫർട്ട് സോണുണ്ട്, അതിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ. നമ്മളെപ്പോഴും കംഫർട്ടായിട്ടുള്ള, റിലാക്സ്ഡ് ആയിട്ടുള്ള, ഞാൻ ഇത്രയൊക്കെ ചെയ്താൽ മതി എനിക്ക് സമാധാനമാകും എന്നുള്ള രീതിയിലുള്ള ചിന്ത ഒഴിവാക്കി പുതിയ പുതിയ ഏരിയകളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള മാനസിക പക്വതയുള്ള ആളായിരിക്കണം ഈ ലീഡർ. അതാണ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദി കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അടുത്തത്, പ്രാക്ടീസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡെവലപ്പ് സിറ്റുവേഷണൽ അവെയർനെസ്. കാര്യങ്ങളെ വിശദമായി പഠിച്ച് അതിനെ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ, നമ്മൾ പറയുന്ന തരത്തിലുള്ള നിരൂപകാത്മകമായിട്ടുള്ള മാനസികാവസ്ഥയിൽ കാണുവാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതിൻ്റെ കൂടെ തന്നെ സിറ്റുവേഷണൽ അവെയർനെസ്, കാര്യത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ കാര്യവുമായി നമ്മൾ സിറ്റുവേഷനാണോ, ഏത് സാഹചര്യവുമായിട്ടാണോ നമ്മൾ നിൽക്കുന്നത്, ആ സാഹചര്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി അതേ സമയത്ത് അതേ രീതിയിൽ പെരുമാറുന്ന തരത്തിലുള്ള ഒരു സ്വഭാവവിശേഷം ഇദ്ദേഹം പതിയെ പതിയെ വളർത്തിയെടുക്കേണ്ടതാണ്. അഞ്ചാമത്, ടേക്ക് സ്റ്റെപ്സ് ടു ഫോളോ എ ഗുഡ് ഡിസിഷൻ. നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നല്ല തീരുമാനമാണ് എന്ന് ബോധ്യമായാൽ ആ തീരുമാനത്തിനോടൊപ്പം തന്നെ അവസാനം വരെ നിൽക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നാൽ അദ്ദേഹം നല്ലൊരു ലീഡർ ആവും എന്നർത്ഥം. അടുത്തതായി, ആൾവേസ് സെറ്റ് റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ ഗോൾസ് എപ്പോഴും, അദ്ദേഹം സെറ്റ് ചെയ്യുന്ന ഗോൾസ് എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം. അദ്ദേഹത്തിന് ഉറപ്പാവണം ഇതെനിക്ക് പറ്റും, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇദ്ദേഹത്തിന് ഗോളായി സെറ്റ് ചെയ്യുവാൻ പാടുകയുള്ളൂ എന്നർത്ഥം. അടുത്തതായി, ലിസൺ ടു പീപ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ ഫീഡ്ബാക്ക്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ, വർത്തമാനങ്ങൾ, അവരുടെ ആക്ഷേപങ്ങളാണെങ്കിലും അഭിപ്രായങ്ങളാണെങ്കിലും കേൾക്കുവാനും അതിന് തക്കതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും പ്രാപ്തിയുള്ളൊരു വ്യക്തി. അദ്ദേഹം തീരുമാനം എടുക്കണം, പ്രാപ്തി ഉണ്ടാവണം. അതിന് അദ്ദേഹം ആദ്യം കേൾക്കണം. ഒരു എബിലിറ്റി ആയിട്ട് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത് വ്യക്തിക്ക് നല്ലപോലെ കേൾക്കുവാൻ മനസ്സുണ്ടാവണമെന്നാണ്. നല്ല ലിസണറാണ് നല്ല ലേണർ. നല്ലപോലെ കേൾക്കാൻ കഴിവുള്ള ആൾ നല്ല ഒരു പഠിതാവായി മാറുന്നു, വിദ്യാർത്ഥിയായി മാറുന്നു. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവേണ്ട ആൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നല്ലപോലെ കേൾക്കുക, ഫീഡ്ബാക്സിനെ മനസ്സിലാക്കുക, അംഗീകരിക്കുക. അടുത്ത പോയിന്റ്, മോട്ടിവേറ്റ് ആൻഡ് ഇൻസ്പയർ യുവർ സെൽഫ് പോസിറ്റീവ്ലി. എപ്പോഴും സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സ്വയം ഇൻസ്പിറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതും ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുവാനുള്ള മെത്തേഡാണ്. ഈ പറഞ്ഞ മെത്തേഡ്സാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും ആ ഇംപ്രൂവ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം.